ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പെട്ടെന്നൊരു കാര്യം പറഞ്ഞിട്ട് പൊയ്ക്കോളാം. ഇന്ന് ഞാൻ പറയുന്നത് വയറ്റുവേദന, അബ്ഡോമിനൽ പെയിനെ കുറിച്ചാണ്. സാധാരണ നമ്മൾ ആഹാരം ശരിയാകാത്തപ്പോഴാണ് അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകുന്നത്. അതിനെന്ത് ചെയ്യണം? ആഹാരം കഴിക്കാതിരിക്കുക. വയറ്റുവേദനയുള്ളപ്പം വീണ്ടും ആഹാരം കഴിക്കരുത് കേട്ടോ. റെസ്റ്റ് കൊടുക്കണം. നമ്മൾ എന്താണ്, ഏതൊരു ഭാഗത്ത് വേദന വന്നാലും നമ്മൾ റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ അത് കൂടുതലും ശരിയായിക്കോളും. പിന്നീട് പറയാനുള്ളത്, വയറ്റുവേദനയ്ക്ക് ഉള്ളൊരു ഒറ്റമൂലിയാണ് പറയുന്നത്. ഇഞ്ചി ചതച്ച് പിഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നാരങ്ങാനീരും തേനും കൂടെ കലക്കി കുടിക്കണം. അത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്കൊന്നും ആഹാരം കഴിക്കണം. മിനിമം അരമണിക്കൂർ കഴിയുമ്പോൾ വയറ് ശരിയാവും. പിന്നെ ഇതൊക്കെ നോക്കിയിട്ടും നമ്മളൊന്നും ശരിയായില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ പലതരത്തിലുള്ള വയറ്റുവേദനയുണ്ട്. അതായത് ഈ വയറിന് വലതുവശത്ത് താഴെയായിട്ടാണ് വയറ്റുവേദന വരുന്നതെങ്കിൽ അത് അപ്പൻഡിസൈറ്റിസ് ആകാൻ സാധ്യതയുണ്ട്. വലത് ഭാഗത്ത് മുകളിലായിട്ടാണെങ്കിൽ അത് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ആകാം, പാൻക്രിയാറ്റൈറ്റിസ് ആകാം. കൂടുതലായിട്ട് ആൽക്കഹോൾ ഒക്കെ കുടിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ വേദന വരാറുണ്ട്. പിന്നെ നെഞ്ചിന് തൊട്ട് താഴെയായിട്ട്, അതായത് എപ്പിഗ്യാസ്ട്രിക് പെയിൻ എന്ന് പറയും, അത് ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കാണെങ്കിൽ അത് ഹാർട്ടിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇൻഡൈജഷൻ കൊണ്ടും ഉണ്ടാകാം, ഗ്യാസ് കയറിയിട്ടും ഉണ്ടാകാം. അത് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അത് ഗ്യാസ്ട്രൈറ്റിസും കൊണ്ടാകാം. താഴെയാണെങ്കിൽ ഡൈവർട്ടിക്കുലൈറ്റിസ് ആകാം. പിന്നെ ഇപ്പം പുറകിലോട്ട് പോകുന്ന വേദന, അതായത് പുറകിലായിട്ട് നടുവിന് രണ്ട് വശത്തും, അതായത് ഫ്ലാങ്ക് പെയിൻ എന്ന് പറയും, നടുവിന് രണ്ട് സൈഡിലുമായിട്ടാണെങ്കിൽ അത് കിഡ്നിക്കുള്ള പ്രോബ്ലം കൊണ്ടാണ്. അത് പിന്നെ ഈ വയറിന്റെ താഴെയായിട്ടാണ് വേദനയെങ്കിൽ പെണ്ണുങ്ങൾക്ക് ആണെങ്കിൽ അത് ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ കൊണ്ടും, പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും പിന്നെ UTI, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൊണ്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും സ്വയം ട്രീറ്റ് ചെയ്യല്ല. ഒരു ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കാം. മാറുന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. ഒറ്റമൂലി പരീക്ഷിച്ചിട്ട് ശരിയായില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോകണം. വൈദ്യസഹായം തേടേണ്ടതാണ്. Okay?